ഹായ് ഓൾ, SLC കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പം ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി തൊട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോവാം കേട്ടോ. അടുത്തതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ. എന്തായിരിക്കും കെമിക്കൽ ഇക്വിലിബ്രിയം? കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇക്വിലിബ്രിയം, ഈക്വൽ ആവുക അല്ലേ. ഈക്വൽ ആവുന്ന തന്നെ ഒരേപോലെ ആവുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ റിയാക്റ്റൻറ്റിൻ്റെ അളവാണോ, അതായത് അഭികാരങ്ങളുടെ അളവാണോ, ഉൽപ്പന്നങ്ങളുടെ അളവാണോ കൂടി വരിക? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ഒന്നുമില്ല, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക, കുറേ മാവ് ഇങ്ങനെ കലക്കി വെച്ചേക്കുവാണ്. മാവ് ഇങ്ങനെ കലക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോന്നും ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുട്ടെടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചൂടുള്ള എണ്ണയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഉണ്ണിയപ്പമായിട്ട് വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് റിയാക്റ്റൻ്റ്? എണ്ണയുണ്ട്, മാവും ഉണ്ട് അല്ലേ. എണ്ണയും മാവും എന്താ റിയാക്റ്റൻ്റ് ആണ്, ബാക്കി എന്താ ഉണ്ണിയപ്പം പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇങ്ങനെ മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും ഇവിടെ കുറയുകയും എന്താണ് കൂടുകയും ചെയ്യുക? ഉണ്ണിയപ്പം കൂടിക്കൂടി വരുന്നു, മാവ് കുറഞ്ഞു വരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഈക്വൽ ആവുന്നൊരവസ്ഥ വരും. അതായത് റിയാക്റ്റൻ്റ് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും, ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്ന റേറ്റും, പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആവുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്നൊരു സമയം വരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇവിടെ ജസ്റ്റ് നിങ്ങളൊരു ഗ്രാഫ് ശ്രദ്ധിക്കാം. കണ്ടോ, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയുന്നു, പിന്നെന്താ? പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുന്നു അല്ലേ. അങ്ങനെ നമുക്ക് ഇവിടെ നോക്കാം, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ എന്ന് പറയുക. എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? പുരോത്പ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്കും ഒരേപോലെ ആകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാനുള്ള എന്താ? കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? റിയാക്റ്റൻറ്റും ഉണ്ടാവും, പ്രൊഡക്റ്റും ഉണ്ടാവും. റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോഎക്സിസ്റ്റ് ഇൻ എ റിയാക്ഷൻ. എന്താ? റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒരു റിയാക്ഷനിൽ, അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഒരു റിയാക്ഷനിൽ ഉണ്ടാകും. പിന്നെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ മീൻസ് പുരോത്പ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്കും ഈക്വൽ ആവുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. പിന്നെന്താ? കെമിക്കൽ ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്. ഇങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻ അങ്ങോട്ടും തിരിച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ? ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെർമോ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചൂടാറാണ്ട് വെള്ളം വെക്കുന്ന ഫ്ലാസ്ക്, അതിനകത്തൊക്കെയാണ് നമ്മൾ എന്ത് കാണുക? കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അടുത്തത് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം മാറാനിടയുണ്ടോ? അതിൽ മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് കോൺസെൻട്രേഷൻ, പിന്നെ പ്രഷർ, ടെമ്പറേച്ചർ, ഈ സാധനങ്ങൾ, പിന്നെ കാറ്റലിസ്റ്റ് കേട്ടോ. ഇതൊക്കെ എന്താ? കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ മാറ്റി മറയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കിയാലോ. കോൺസെൻട്രേഷൻ. അങ്ങനെ ഇത് ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് കോൺസെൻട്രേഷനോ, അതായത് ഗാഢതയോ, പ്രഷർ, മർദ്ദമോ, ടെമ്പറേച്ചർ, താപമോ ഒക്കെ മാറ്റി മറിക്കുവാണെങ്കിൽ ആ ഒരു സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? ഇതിനെ റീഅഡ്ജസ്റ്റ് ചെയ്ത് പിന്നെയും എവിടെ എത്തിക്കും? കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിന് പറയുന്നതാണെന്ത്? ലേ ചാറ്റലേസ് പ്രിൻസിപ്പിൾ. എന്തായിരുന്നു? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെ മാറ്റുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം തന്നെ റീഅഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ മാറി മറിഞ്ഞ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ എത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലേ ചാറ്റലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. അങ്ങനെയാണ് ഫസ്റ്റത്തെ നമ്മൾ നോക്കുവാണ്. കോൺസെൻട്രേഷൻ എന്ത് മാറ്റമായിരിക്കും കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥയ്ക്ക് കൊടുക്കാന്ന്. ഓക്കെ, നോക്കിയാലോ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗാഢത അല്ലേ, ഗാഢത. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കെമിക്കൽ ഇക്വേഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതി തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ N2 + 3H2 gives 2NH3. ഇതെന്താണ്? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ,
ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, N2ൻ്റെ അതായത് നൈട്രജൻ്റെ അളവ് കൂട്ടിയാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ? പുരോപ്രവർത്തനമാണോ പശ്ചാത് പ്രവർത്തനമായിരിക്കും നടക്കുക? നൈട്രജൻ്റെ അളവ് കൂട്ടി. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഈ പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരാൾ അപ്പർ സൈഡിൽ ഇരിക്കുന്നു, ഒരാൾ ഇപ്പർ സൈഡിൽ ഇരിക്കുന്നു. വെയിറ്റ് ഉള്ള ആൾ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ആൾ പൊന്തിപ്പോകും. വെയിറ്റ് കുറഞ്ഞ ആൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കുന്ന സാധനമില്ലേ? ഓക്കെ, അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരേപോലെ വെയിറ്റ് ആണ് അല്ലേ? ഇവിടെ നമ്മൾ നോക്കുകയാണ്, നൈട്രജൻ്റെ അളവ് കൂടുതലാണ്. ഇതാട്ടോ പ്രോഡക്റ്റ്, ഇത് റിയാക്റ്റൻ്റ്. ജസ്റ്റ് നോക്കാം, നൈട്രജൻ്റെ അളവ് കൂടി. ഇതട്ടോ റിയാക്റ്റൻ്റ് അഭികാരങ്ങൾ, ഇത് ഉൽപ്പന്നങ്ങൾ. ഓക്കെ, നൈട്രജൻ്റെ അളവ് കൂടുമ്പോൾ തന്നെ ഇത് നോക്കാം, റിയാക്റ്റൻറ്റിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അളവ് കൂടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഇതിങ്ങനെ പൊന്തിരിക്കുക. ഇവിടെ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കണേ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് നടക്കണം? റിയാക്റ്റൻറ്റിൽ നിന്ന് പ്രൊഡക്റ്റിലോട്ട് റിയാക്ഷൻ നടന്നാൽ എന്ത് ചെയ്യുക? ഇത് ഒരുമിച്ചാവുക. അങ്ങനെ റിയാക്റ്റൻറ്റിൽ നിന്ന് പ്രൊഡക്റ്റിലോട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, ഇപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ചോദിക്കുക. അപ്പം നിങ്ങൾ ഇപ്പം N2+3H2 സെയിം ഇക്വേഷനാണ്, G2NH3 എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് N2ൻ്റെ അളവ് കൂടി. N2ൻ്റെ അളവ് കൂടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മേലോട്ട് ഈ മേലോട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുക, N2 കൂടുതലാണ്. ഓക്കെ, അപ്പം എങ്ങോട്ട് റിയാക്ഷൻ നടന്നാലാണ് ഇവർ രണ്ടുപേരും ഇക്വിലിബ്രിയത്തിലാവുക? എങ്ങോട്ട് റിയാക്ഷൻ നടക്കണം? ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കണം. റിയാക്റ്റൻറ്റിൽ നിന്ന് പ്രൊഡക്റ്റിലോട്ട് നടക്കുന്ന റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ഇത്രയും കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അടുത്തത് NH3ൻ്റെ അളവ് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ, അമോണിയയുടെ അളവ് കുറഞ്ഞു എന്ന് കാണിക്കുമ്പോൾ അമോണിയൻ്റെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടാം. കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? NH3ൻ്റെ അളവ് കുറയുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഇത് നോക്കാം, ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഇത് നോക്കുക, ഇത് അളവ് കുറഞ്ഞും ഇത് കൂടിയിരിക്കുന്നത്. അപ്പം ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുക. ഇനി അടുത്തതാണ്, ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് അമോണിയയുടെ അളവ് കൂടി. അമോണിയയുടെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അമോണിയയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്നാലോചിച്ച് നോക്കിയേ. നോക്കാം, അമോണിയയുടെ അളവ് കൂടി, ആരോ മാർക്ക് ഇടുക. അമോണിയയുടെ അളവ് കൂടി, എന്ത് ചെയ്യുന്നു? എവിടെ നിന്ന് എങ്ങോട്ട് റിയാക്ഷൻ നടക്കണം? കൂടിയ ആൾ കുറഞ്ഞാക്കല്ലേ കൊടുക്കുക? പൈസ ഉള്ളതല്ലേ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ അമോണിയയുടെ അളവ് കൂടി, അമോണിയ കുറഞ്ഞ സ്ഥലത്തോട്ട് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ എന്ത് നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ചോദിക്കുകയാണ് NH2ൻ്റെ അളവ് ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു എന്ന് വിചാരിച്ചോ. ഹൈഡ്രജൻ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെ നിൽക്കും? ഇവർ താഴെ നിൽക്കും, ഇവരെവിടെയായിരിക്കും? മേലെ ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയാണ് റിയാക്ഷൻ നടക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് ഈ ഒരു ആരോ മാർക്ക് വരച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നോക്കാം. അടുത്തതാണ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? മർദ്ദം അല്ലേ? മർദ്ദം എന്തായിരുന്നു? മർദ്ദം എവിടെയായിരിക്കും? മർദ്ദത്തിന് എവിടെ എഫക്റ്റ് ഉണ്ടാവുക? ഗ്യാസസിൽ, വാതകങ്ങളിലായിരിക്കും എന്തുണ്ടാവുക? മർദ്ദത്തിന് എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട എന്താ? ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ജി എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻക്രീസസ്, ഡിക്രീസസ്, ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ ഒക്കെ എഴുതിയാൽ മതി. ഇനി അങ്ങനെ ഇല്ലെങ്കിലോ? അങ്ങനെയല്ല, ഇവിടെ എസ് ആണ്, സോളിഡോ ലിക്വിഡോ അങ്ങനെ എസ് ഒന്നും അല്ലാതെ തന്നേക്കണമെങ്കിൽ എന്ത് സംഭവിക്കാം? എന്താ എഴുതാം? പ്രഷർ ഹാസ് നോ എഫക്റ്റ്. പ്രഷറിന് ഇവിടെ സ്വാധീനമില്ല എന്ന് പറഞ്ഞ് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രഷർ നമ്മൾ നോക്കുവാണേ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ എന്ത് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മോളല്ല, ജസ്റ്റ് ഈ ഒരു ആൽഫബറ്റിൻ്റെ മുമ്പിൽ, ഈ N2ൻ്റെ മുമ്പിൽ ഇവിടെ എന്തെങ്കിലും നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മോളുകളുടെ എണ്ണം. ഇവിടെ N2ൻ്റെ മുമ്പിൽ ഒന്നും ഇല്ലെങ്കിൽ എന്താ? 1 ആയിട്ടാട്ടോ നമ്മൾ എടുക്കാം. ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഇവിടെ 4 മോളുണ്ട്. ഇവിടെ എത്രയുണ്ട്? ഇവിടെ 2 ഉണ്ട്. അപ്പം 2 മോൾസാണ് ഉള്ളത് അല്ലേ? അപ്പം ഇവിടെ 4 മോളും ഇവിടെ 2 മോളും ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും ഒരുപോലെയാണെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്, പക്ഷെ ഒരുപോലെ അല്ലല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂമിൽ 1000 പേരുണ്ടെന്ന് വിചാരിച്ചോ. 1000 പേരുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? പ്രഷർ കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളൊക്കെ കൂടി മർദ്ദം കൂടും. ഈ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഒരാളെങ്കിൽ ഒരാൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയല്ലേ നോക്കുക അല്ലേ?
പുറത്തോട്ടെന്ന് പറയുമ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കും. ഇവിടെ നോക്കാം, ഇവിടെ 4 പേരുണ്ട്. 4 ആൾക്കാർ കൂടുതൽ, 4 ആൾക്കാർ തന്നെ കൂടുതലല്ലേ, 4 ആൾക്കാർ കൂടുതലുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പുറത്തോട്ട് ചാടാൻ വേണ്ടി നോക്കുക. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ സൈഡിലോട്ട് ചാടാൻ വേണ്ടി നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, ഇനി പ്രഷർ ഒന്നുമില്ല, എല്ലാം കുറഞ്ഞു. പ്രഷറൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവിടെ ഒരു മനുഷ്യനില്ല എന്ന് വിചാരിക്കുക, 2 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പോയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, തിരിച്ചു വരും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഈ കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ, ഇത് നിങ്ങളോട് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ, ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് H2 + I2 gives 2NH3 അല്ല 2HI കേട്ടോ, സോറി 2HI. ഓക്കെ, ഇതെല്ലാം ഗ്യാസാണ്. ഓക്കെ, ഇത് ഗ്യാസാണ്. പക്ഷേ എന്താ, ഫസ്റ്റ് എന്താ നോക്കട്ടെ, എല്ലാം ഗ്യാസ് ആണെന്ന് നോക്കുക. രണ്ടാമത്തെ എന്താ, മോളുകളുടെ എണ്ണം നോക്കുക. 1 + 1, ഇവിടെ 2 മോളുണ്ട്, ഇവിടെ ഉണ്ട് 2 മോള്, രണ്ടും മോളുകളുടെ എണ്ണം ഈക്വൽ ആണെങ്കിൽ അവിടെ പ്രഷറിന് സ്വാധീനമില്ല, മർദ്ദത്തിന് സ്വാധീനമില്ല എന്ന് എഴുതാം കേട്ടോ. അടുത്തതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്തുവാ, ടെമ്പറേച്ചർ 2 തരമുണ്ട്. എൻഡോതെർമിക് റിയാക്ഷനും ഉണ്ട്. എൻഡോതെർമിക് റിയാക്ഷൻ, ടെമ്പറേച്ചർ തന്നെ 2 റിയാക്ഷൻ നടക്കുന്നുണ്ട്. എൻഡോതെർമിക്കും ഉണ്ട്, എക്സോതെർമിക്കും ഉണ്ട്. എൻഡോ എന്ന് പറഞ്ഞാൽ എന്താ, ചൂടിനെ വലിച്ചെടുക്കുക. ഇപ്പം നിങ്ങൾ അരിയൊക്കെ വേവിക്കാമെന്ന് വിചാരിക്കുക. അരിയൊക്കെ വേവിക്കുമ്പം എന്താ സംഭവിക്കുക, അരി വെള്ളത്തിലിട്ടു, വെള്ളം എന്ത് ചെയ്യുന്നു, വെള്ളം അരിയും കൂടെ ഈ തീ കത്തുമ്പോൾ ഈ ചൂടിനെ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ അരി വെന്ത് വരുന്നേ അല്ലേ. അങ്ങനെയാണ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനാണ് എന്ത്, എൻഡോതെർമിക്. ഇനി മെഴുകുതിരിയൊക്കെ കത്തിക്കാം, മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്ത് ചെയ്യുക, ചൂട് പുറത്തോട്ടല്ലേ പോകുന്നേ, ഹീറ്റ് നമുക്ക് പുറത്തല്ലേ കിട്ടണേ. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു റിയാക്ഷനാണ്, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണ് ഹീറ്റെങ്കിൽ, അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണ് ഹീറ്റെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് എൻഡോതെർമിക് അല്ലെങ്കിൽ താപാഗിരണം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് എൻഡോതെർമിക് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കാം, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുക. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് റിയാക്ഷൻ നടക്കുക, ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെയല്ലേ ടെമ്പറേച്ചർ കൂടുക, ആരോ മാർക്കിടുക, കുറഞ്ഞ സ്ഥലത്തോട്ടല്ലേ റിയാക്ഷൻ നടക്കുക, എന്ത് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും, ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുക. ഓക്കെ, ഇവിടെയോ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, ഇവിടെ എക്സോതെർമിക് ആണ്. ഫോർവേഡ് റിയാക്ഷൻ എന്തായിരിക്കും, എക്സോതെർമിക് അല്ലെങ്കിൽ താപമോചക പ്രവർത്തനങ്ങളായിരിക്കും. അടുത്തത് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ, എക്സോ പുറത്തോട്ടല്ലേ, എൻഡോ എന്ന് പറയുമ്പോൾ ഉള്ളോട്ട്, എക്സോ എന്ന് പറയുമ്പോൾ പുറത്തോട്ടല്ലേ, പുറത്തോട്ട് നടക്കുന്ന റിയാക്ഷൻ. ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ എവിടെയായിരിക്കും കൂടുതൽ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലായിരിക്കും കൂടുതൽ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയായിരിക്കും റിയാക്ഷൻ നടക്കുക. ഇനി ടെമ്പറേച്ചർ ഇവിടെ കൂടുതലാന്ന് പറഞ്ഞോ, ടെമ്പറേച്ചർ ഇവിടെ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക കേട്ടോ. അപ്പം ഈ ഒരു കാര്യം ആലോചിക്കുക, ടെമ്പറേച്ചർ കൂടുമ്പം, ടെമ്പറേച്ചർ നിങ്ങൾ ആദ്യം ഹീറ്റ് ഏത് സൈഡിലാണെന്ന് നോക്കുക, റിയാക്റ്റൻ്റ് അഭികാരങ്ങളുടെയാണോ ഉൽപ്പന്നങ്ങളുടെ സൈഡിലാണ് ഹീറ്റ് എന്ന് നോക്കുക. അവിടെ എവിടെയാണോ ടെമ്പറേച്ചർ കൂടുന്നത്, ടെമ്പറേച്ചർ കൂടുതലുള്ളതെന്ന് കുറഞ്ഞിടത്തോട്ടായിരിക്കും എന്ത് നടക്കുക, റിയാക്ഷൻ നടക്കുക. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറയുന്നതിൻ്റെ നോക്കണം കേട്ടോ. അടുത്തതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്തുവാ, എന്തായിരിക്കും കാറ്റലിസ്റ്റ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഉൾപ്രേരകങ്ങൾ എന്ന് പറയും. എന്തൊക്കെയാ, നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് ഈസ്റ്റ് ഇടും അല്ലേ, ഈസ്റ്റ് ഇടുന്നത് എന്തിനാ, അപ്പം പുളിക്കാനല്ലേ, വേഗം റിയാക്ഷൻ നടന്ന് അപ്പം ഒന്ന് പുളിച്ച് പൊന്തി വരാനാണ് ഈസ്റ്റ് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചേർത്ത ഉൾപ്രേരകം ഏതാ, കാറ്റലിസ്റ്റ് ഏതാ, ഈസ്റ്റ് അല്ലേ. അങ്ങനെയാണ് എന്തിനാണ് കാറ്റലിസ്റ്റ് ചേർക്കുന്നത്, കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് പുരോത്പ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തന നിരക്കും ഒരേപോലെ കൂട്ടി ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്ന ആൾക്കാരാണെന്ത്, കാറ്റലിസ്റ്റ്. അവിടെ ഒരാളിങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടി ഒരു സാധനം ആഡ് ചെയ്യുന്നു, വേഗം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. ഈ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇത്രയും കാര്യം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങളോടൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് ഇത്രയും ചോദിക്കുള്ളൂ. ഇവിടെ ഇപ്പം അമോണിയയുടെ ഹെൽബർ പ്രോസസ്സ് തന്നെ എടുത്തു എന്ന് ചോദിച്ചാൽ അമോണിയയുടെ പ്രിപ്പറേഷൻ N2 + H2 gives 2NH3 ആ ഒരു റിയാക്ഷൻ എടുത്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ N2ൻ്റെ അളവ് കൂടിയാൽ N2 + 3H2 gives 2NH3 പ്ലസ് ഹീറ്റ് എന്ന് ചോദിക്കാം. ഇവിടെ N2ൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് റിയാക്ഷൻ നടക്കുക, അവിടെ തന്നെ ആരോ മാർക്ക് ഇടുക, എന്തെടുക്കുക, ഫോർവേഡ് റിയാക്ഷൻ. അങ്ങനെ കേട്ടോ ചോദിക്കാം. അടുത്തത് ഇവിടെ പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് റിയാക്ഷൻ നടക്കുക, പ്രഷർ കൂടുന്നത് എവിടെയാണ്, മോളുകളുടെ നോക്കുക, പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ.
ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ എവിടെ കൂടുതൽ, ഹീറ്റ് എവിടെ കൊടുത്താണ്? ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്ക്വാർഡ് റിയാക്ഷൻ. ഇങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരിയാവുന്നുള്ളൂ. ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതുക കേട്ടോ.